നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, കഴിഞ്ഞ ആഴ്ചയാണ് നാം ഒരു പുതിയ പദ്ധതി വാരഫലം എന്ന പേരിൽ ആരംഭിച്ചത്. നല്ല പ്രതികരണമായിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അടുത്തതായി മിഥുനം രാശിയെപ്പറ്റി നാം ചർച്ച ചെയ്യുന്നു. ഈ ഇടവമാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചകാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. അതായത് 2024 മെയ് 23 വ്യാഴാഴ്ച മുതൽ മെയ് 29 ബുധനാഴ്ച വരെയുള്ള മിഥുനം രാശിക്കാരുടെ ഫലം. ഇവിടെ മിഥുനം രാശിക്കാർക്ക് ഇന്ന് ലഗ്നത്തിൽ ആരുമില്ല. 2-ൽ മാന്തി, 4-ൽ കേതു, 6-ൽ ചന്ദ്രൻ, 9-ൽ ശനി, 10-ൽ ചൊവ്വ രാഹു, 11-ൽ ബുധൻ, 12-ൽ രവി, ഗുരു, ശുക്രൻ. മിഥുനം രാശിയിലേക്ക് ഇവിടെ ചൊവ്വയുടെ ഒരു ദൃഷ്ടിയുണ്ട്. ലഗ്നാധിപനായ ബുധൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ബുധന് മൗഢ്യമൊന്നുമില്ല. 11-ൽ ബുധൻ വന്നാൽ സലാഭ എന്നാണ്, ലാഭത്തോടു കൂടിയ എന്ന അർത്ഥത്തിലാണ്. പലപ്പോഴും 11-ലെ ബുധൻ മൗഢ്യമില്ലാതെ നിൽക്കുകയാണെങ്കിൽ നല്ല ലാഭത്തെ പ്രദാനം ചെയ്യുന്നതാണ്. പിന്നീട് 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം കേതു. പൂർവികമായ ഭൂമിയോ സ്വത്തോ, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുക, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള വ്യാപാര വിഷയത്തിലേക്ക് വേണ്ടി ജാമ്യം നിൽക്കുക, ഈ വക പ്രവൃത്തികളെല്ലാം തന്നെ അനർത്ഥമായി കലഹിക്കുന്നതാണ്. സുഹൃത് വർഗതോ പൈതൃകം നാശമേതി എന്നാണ് കേതുവിൻ്റെ ഫലം. സുഹൃത്തുക്കളിലൂടെ പൂർവികമായത് നഷ്ടപ്പെടുമെന്നാണ്. അവിടെ ആ ചൊവ്വയുടെ ദൃഷ്ടിയും അത്ര നല്ലതല്ല. പ്രധാനപ്പെട്ട ഒരു വിഷയം മിഥുനം രാശിക്കാർക്ക്, അവരുടെ വാഗ്പതിയായ ഗ്രഹം നീചസ്ഥനായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2-ൽ ഗുളികനാണ്. നിന്ദ്യാഭിഭാഷി, നിന്ദ്യമായി സംസാരിക്കപ്പെടും എന്നാണ്. അപ്പോൾ തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. വാക്കിലൂടെ വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു വാരമാണിത്. സാമ്പത്തിക വിഷയം വളരെ ശ്രദ്ധിക്കണം. വളരെയധികം സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വാരമാണിത്. അതിന് പുറമെ 12-ാം ഭാവത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും ഇവിടെ നിൽക്കുന്നത്. അവിടെ വ്യാഴം ജോലിയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്, വിവാഹത്തെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. സൂര്യനാണെങ്കിൽ തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങരുത്. അനാവശ്യമായ തർക്കങ്ങൾ സഹോദരങ്ങളുമായി ഉണ്ടാകും. ആത്മസംയമനം പാലിക്കുക. വൈവാഹിക ജീവിതത്തിലായാൽ അനാവശ്യമായ തർക്കങ്ങളിലൂടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നിസ്സാരങ്ങളായത് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് നീങ്ങുന്ന വാരമാണിത്. നിയന്ത്രണം അത് മാത്രമാണ് മിഥുനം രാശിക്കാർ ഇവിടെ സ്വീകരിക്കേണ്ടുന്ന തന്ത്രം. ഭാര്യാഭർത്തൃ ബന്ധം ജോലി സ്ഥലത്ത് നിന്നും പലപ്പോഴും പെട്ടെന്ന് വരാൻ പറ്റില്ല, ലീവ് കിട്ടില്ല. അങ്ങനെ പലപ്പോഴും ആ പാർഷ്യൽ സെപ്പറേഷൻ്റെ ഭാരമാകുന്നു ഇത്. പെട്ടെന്ന് ഭാര്യയെ വിട്ട് ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പോകേണ്ടുന്നൊരവസ്ഥ വരിക, ജോലിയിൽ പെട്ടെന്ന് ചില ഉത്തരവാദിത്വങ്ങൾ വന്ന് പെട്ടെന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരവസ്ഥ വരിക, ഇതൊക്കെ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് മിഥുനം രാശിക്കാർക്ക് 9-ൽ ശനിയാണ്. 9-ാം ഭാവം സന്യാസഭാവമാണ്. ആ വിഷയത്തിലേക്ക് രതിർ യോഗശാസ്ത്രേ ഗുണോ രാജസസ്യാത് എന്നാണ് ശനിക്ക് പറഞ്ഞിട്ടുള്ള ഫലം. നന്നായി യോഗശാസ്ത്രത്തിൽ താല്പര്യം കാണിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഗൃഹസ്ഥാശ്രമത്തിൽ ഉണ്ടാകുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ ഉത്തരം കണ്ടെത്താവുന്നതാണ്. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട ധാരാളം സാധ്യതകൾ കാണപ്പെടുന്നു. അമ്മയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ്. തനിക്ക് മാതാവിനെ ശുശ്രൂഷിക്കാൻ യോഗമുള്ള വാരമല്ല ഇത്. മാതൃശീലോ തദ്വൽ ന, തൻ്റെ മാതാവിനെ ശുശ്രൂഷിക്കാൻ കഴിയില്ല എന്നാണ് 6-ൽ ചന്ദ്രൻ വന്നാലുള്ള ഫലം. ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരും എന്നൊരു ഫലം 6-ലെ ചന്ദ്രൻ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വാരം കാര്യമായി തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ട്, ദേഹമുട്ട് ചെയ്യുക. കർമാധിപൻ 12-ലാകയാൽ ഈ വാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ വീട്ടിലെ നാളികേരം കൊണ്ടുപോയി തിരുമേനിയെ കൊണ്ട് മുട്ടറക്കൽ ചെയ്യിക്കുക. കർമ്മമുട്ട്, ശത്രുമുട്ട്, ദേഹമുട്ട്. വൈവാഹിക ജീവിതത്തിൽ പ്രയാസമുള്ള ദമ്പതികൾക്ക് വിവാഹമുട്ട് ചെയ്യും. അപ്പോൾ വിവാഹ സംബന്ധമായ
ആ ക്ലേശങ്ങൾക്കൊരു പരിധി വരെ ഇത് സഹായകരമാകുന്നതാണ്. വ്യാഴപ്രീതി ചെയ്യുന്നതും വളരെ ഗുണമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ഒരു തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യുക. പ്രഭാവം, തൻ്റെ ദുരഭിമാനം, തനിക്കുണ്ടാകുന്ന ഈഗോയെ താൻ കണ്ടറിഞ്ഞ് നിയന്ത്രിക്കേണ്ടതാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കുവാനും ശത്രുദോഷം അകറ്റുവാനും സഹായകരമാണ്. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ഈ വാരത്തിൽ 23-ാം തീയതി വ്യാഴാഴ്ച അനിഴം നക്ഷത്രം 9:50 മുതലുള്ള സമയം നന്നായി സ്വീകരിക്കാവുന്നതാണ്. 25-ാം തീയതി ശനിയാഴ്ച 12 മണി മുതലുള്ള മൂലം നക്ഷത്രം യാത്ര, ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ വളരെ ഉത്തമമാണ്. 27-ാം തീയതി തിങ്കളാഴ്ച 10:30 മുതൽ 3:30 വരെയുള്ള സമയം ഉത്രാടം നക്ഷത്രം ധനുരാശി വളരെ ശുഭമാണ്. 3:30 കഴിഞ്ഞാൽ മകരൻ രാശിയിലേക്ക് ചന്ദ്രൻ പോകും. ഉത്രാടം നക്ഷത്രം ഒരു കാര്യങ്ങൾക്കും പറ്റില്ല, തങ്ങളുടെ അഷ്ടമ രാശി കൂറാകുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കാര്യങ്ങൾ ശുഭദിനത്തിൽ ശുഭ നക്ഷത്രത്തിലും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശി പ്രേക്ഷകർക്കും നല്ലൊരു വാരത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.